Hi dear students, SSLC Geography ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സീസൺസ് ആൻഡ് ടൈം എന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള 7ാമത്തെ ക്ലാസ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സീസണൽ ചേഞ്ചസ്, ഡിഫറെൻറ്റ് സീസൺസ്, ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ്, എങ്ങനെ ചേഞ്ചസ് ഉണ്ടാവുന്നു, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ ഏറ്റവും അവസാനത്തേക്ക് വന്നപ്പോൾ ടൈം എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ എത്തി. ടൈം കാൽക്കുലേഷനിലേക്ക് നമ്മൾ കടന്നിട്ടില്ലെങ്കിലും ടൈം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ആശയങ്ങളിലേക്ക് നമ്മൾ വന്നു. ലൈക്ക് ഗ്രീനിച്ച് മെറിഡിയൻ, ലോക്കൽ ടൈം, സ്റ്റാൻഡേർഡ് ടൈം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുകൾ നമ്മൾ നോക്കി. ആൻഡ് നൗ ടുഡേ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് അനദർ ടേം, ദാറ്റ് ഈസ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് മലയാളത്തിൽ പറയും, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. നമ്മൾ പറഞ്ഞു നമ്മുടെ ഭൂമിയിൽ നമ്മൾ ഓരോ ഡിഗ്രിക്ക് ഓരോ ലോഞ്ചിറ്റ്യൂഡ് വീതം വരയ്ക്കുകയാണെങ്കിൽ ടോട്ടൽ 360 ഡിഗ്രിക്ക് 360 ലോഞ്ചിറ്റ്യൂഡ്സ് നമുക്ക് കിട്ടും. ആ 360 ലോഞ്ചിറ്റ്യൂഡ്സിലെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീനിച്ച് ലൈൻ എന്നൊക്കെ വിളിക്കുന്നത്. അതേപോലെ നമുക്കറിയാം 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഓക്കെ, അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ലോഞ്ചിറ്റ്യൂഡാണ് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, നമ്മൾ 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി അങ്ങനെ പോയി 180 ഡിഗ്രിയിൽ വരുന്ന ലോഞ്ചിറ്റ്യൂഡാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെടുന്നത്. ആ പേര് മെൻഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനാണ്. ഈ ഒരു ഡേറ്റിന്റെ 2 വശങ്ങളിലും 2 ദിവസമായിരിക്കും അനുഭവപ്പെടുക. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കിട്ടിയത്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നുള്ള. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്ക് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നോക്കാം. അപ്പൊ ഞാനിവിടെ വീഡിയോ ഓഫ് ചെയ്തുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഷെയർ ചെയ്യാണ്. അതിന്റെ ബേസിൽ തന്നെ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവാണ്. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഈ ഒരു സംഗതിയാണ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ പറഞ്ഞതാണ്. അതിനുശേഷമുള്ള ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണ് നമ്മളിവിടെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ ശ്രദ്ധിക്കാം, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നാണ് അതിന്റെ മലയാളം വരുന്നത്. നമ്മൾ തൽക്കാലം അതിന് ഇംഗ്ലീഷ് നോക്കാം, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ശ്രദ്ധിക്കാം. Calculate the time at each 15 degree longitude east and west of the Greenwich line up to 180 degree longitude and complete the table. അപ്പോൾ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്താണെന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ ആക്ടിവിറ്റി ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനാണ് നമ്മളോട് ആദ്യം തന്നെ പറയുന്നത്. ആ ആക്ടിവിറ്റി ചെയ്ത ശേഷം എന്താണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് അപ്പുറത്തെ പേജിൽ പറയുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ആക്ടിവിറ്റി ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ. അപ്പോൾ എന്താണ് പറയുന്നത് ഒന്നും കൂടി നമുക്ക് വായിക്കാം. കാൽക്കുലേറ്റ് ദി ടൈം അറ്റ് ഈച്ച് 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ദി ഗ്രീനിച്ച് ലൈൻ അപ് ടു 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ. നമ്മൾ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഗ്രീൻവിച്ചിലെ ടൈം, ഗ്രീനിച്ച് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണല്ലോ ഗ്രീനിച്ച് ലൈൻ എന്ന് പറയുന്നത്. ആ ഗ്രീനിച്ച് ലൈനിലെ ടൈം ഇവിടെ തന്നിട്ടുണ്ട്, ഫ്രൈഡേ 10 AM ആണ്. അപ്പൊ ആ ഗ്രീനിച്ച് ലൈനിന് ഓരോ 15 ഡിഗ്രി വെസ്റ്റിലേക്ക് പോകുമ്പോൾ ടു ദി വെസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച്, അതേപോലെ ടു ദി ഈസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച്. ഓക്കെ, അപ്പോൾ ആ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് അഥവാ ഗ്രീനിച്ച് ലൈനിന് ഓരോ 15 ഡിഗ്രി വീതം വെസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈമിൽ വരുന്ന ഡിഫറൻസ് എത്രയും നമ്മൾ ഇങ്ങനെ എഴുതാം. 15 ഡിഗ്രി ആയപ്പോൾ 9 AM, 30 ഡിഗ്രി ആയപ്പോൾ 8 AM, 45 ഡിഗ്രി ആയപ്പോൾ 60 ഡിഗ്രി ആയപ്പോൾ, അങ്ങനെ ഓരോ 15 ഡിഗ്രി വ്യത്യാസം വരുമ്പോഴും വെസ്റ്റിലേക്ക് മാറുമ്പോഴും ആ ടൈം എത്രയാണ് വരുന്നത്. അതേപോലെ തന്നെ 15 ഡിഗ്രി ഈസ്റ്റിലേക്ക് മാറുമ്പോഴും ടൈം എത്രയാണ് വരുന്നത്. ആ ഒരു എക്സസൈസ് ആണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പറയുന്നത്. വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ആദ്യത്തെ കാര്യങ്ങളും നമ്മൾ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ ഭൂമിക്ക് ആവശ്യമായ ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 1 ഡിഗ്രിക്ക് 4 മിനിറ്റ്
1 ഡിഗ്രിക്ക് 4 മിനിറ്റ്, അതേപോലെ ഫോർ 15 ഡിഗ്രി 60 മിനിറ്റ്സ് നീഡഡ് ഓർ 1 അവർ അല്ലേ. 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ട ടൈം എത്രയാണ്? 1 മണിക്കൂറാണ്. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് 1 മണിക്കൂർ ഇങ്ങനെ ഇവിടെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ മൈനസ് ചെയ്യുക ചെയ്താൽ മതി. ഇപ്പൊ 15 ഡിഗ്രി വെസ്റ്റിലേക്ക് ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈം അഡ്വാൻസസ് ടുവേർഡ്സ് ഈസ്റ്റ് ആൻഡ് റിസീഡ്സ് ടുവേർഡ്സ് വെസ്റ്റ്. വെസ്റ്റിലേക്ക് ആകുമ്പോൾ ടൈം കുറഞ്ഞു വരികയാണ് ചെയ്യുക, ഈസ്റ്റിലേക്ക് ആകുമ്പോൾ ടൈം കൂടി പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ലോഞ്ചിറ്റ്യൂഡ് 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ ഫ്രൈഡേ ആണ് ദിവസം. ടൈം എത്രയാണ്? 9 AM ആണ് വരിക അല്ലെ. എങ്ങനെയാണ് 9 AM വരിക? 0 ഡിഗ്രിയിൽ നമ്മൾ പറഞ്ഞു ടൈം അറ്റ് ഗ്രീൻവിച്ച് മോളിൽ കൊടുത്തിട്ടുണ്ട്, അത് 0 ഡിഗ്രിയാണ്. ആ 0 ഡിഗ്രിയിൽ ടൈം എത്രയാ? ഫ്രൈഡേ 10 AM ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരു 15 ഡിഗ്രി മാറിയാൽ 1 അവർ ഡിഫറൻസ് വരും. നമ്മളിപ്പോ പറഞ്ഞ കാര്യം അതാണ്, 1 അവർ ഡിഫറൻസ് വരും. അപ്പൊ എത്രയായി? ഫ്രൈഡേ തന്നെയാണ്, ഡേ മാറുന്നില്ല. 10 AM എന്നുള്ളത് വെസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 1 അവർ മൈനസ് ചെയ്യുക. സോ എത്രയായി? 10 AM എന്നുള്ളത് ഇവിടെ 9 AM ആയി. അതേപോലെ തന്നെ അഗെയിൻ എന്തായി? 15 ഡിഗ്രി മാറി 30 ഡിഗ്രിയിലെത്തി. അപ്പൊ എത്രയാ? ഡേ മാറുന്നുണ്ടോ? ഡേ മാറുന്നില്ല. ടൈം എത്രയായി? 8 AM എന്നായി മാറി. വീണ്ടും 1 മണിക്കൂർ കുറഞ്ഞു. 45 ഡിഗ്രി, വീണ്ടും 15 ഡിഗ്രി വ്യത്യാസം. 30 നിന്ന് 15 ഡിഗ്രി വ്യത്യാസം. 45 ഡിഗ്രി ആയപ്പോ വെസ്റ്റിലേക്ക് 45 ഡിഗ്രി മാറിയപ്പോ ഡേ മാറുന്നില്ല, സെയിം ഡേ തന്നെയാണ്. ടൈം എന്തായി? 1 അവർ ഡിഫറൻസ് വന്നു. 1 അവർ മൈനസ് ആക്കുക. ഓക്കെ, 7 AM എന്ന് വരും. അഗെയിൻ 60 ഡിഗ്രി ആയപ്പോ സെയിം ഡേ തന്നെയാണ്, 6 AM എന്നായി മാറി. 1 മണിക്കൂർ വീണ്ടും കുറഞ്ഞു. 75 ഡിഗ്രി ആയപ്പോ ഡേയിൽ മാറ്റമില്ല. എത്രയായി? 5 AM ആയി മാറി. ദെൻ 4 AM, 3 AM, 2 AM, 1 AM. 135 ഡിഗ്രി ആയപ്പോ 1 AM ആയി മാറി. ഓക്കെ, എന്നാൽ അതിന് ശേഷം അടുത്തത് നോക്കാം. അപ്പൊ ഇത്രയും നേരം എഴുതി ഞാൻ മായ്ക്കാണ്, എങ്കിലേ നമുക്ക് സ്ക്രീനെ പേജ് നീക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ 135 വരെ നമ്മൾ പറഞ്ഞു അല്ലെ. 135 ഡിഗ്രി ആയപ്പോൾ ഡേയിൽ മാറ്റമൊന്നുമില്ല, ഫ്രൈഡേ തന്നെയാണ്. ടൈം എത്രയായി? അവിടെ 1 AM എന്നായി മാറി. ഓക്കെ, 1 AM ആയിട്ട് മാറി. അപ്പൊ 8 AM എന്ന് കുറഞ്ഞ് 7 AM അല്ലെ, 6 AM, 5, 4, 3, 2, 1 AM ആയി മാറി. 150 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയപ്പോ 150 ഡിഗ്രിയിലേക്ക് വീണ്ടും എന്തായി? ഒരു 15 ഡിഗ്രി മാറിയപ്പോ അവിടെ എന്താ മാറ്റം വന്നത്? ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തേഴ്സ്ഡേ ഡേ മാറി. ടൈം എത്രയാണ്? 12 midnight ആണ്. ഈ 1 AM അല്ലെ, പുലർച്ചെ അല്ലെങ്കിൽ രാത്രി 1 മണി. അതിൽ നിന്ന് വീണ്ടും 1 മണിക്കൂർ കുറഞ്ഞാൽ എത്രയായി? 1 മണിക്കൂർ ബാക്കോട്ട് ആയാൽ എത്രയായി? രാത്രി 12 മണിയാണ്. ആ 12 മണി എന്നുള്ളത് നമ്മൾ 12 midnight എന്നാണ് പറയുക. നമ്മൾ PM AM എന്ന് മെൻഷൻ ചെയ്യാറുണ്ട് സാധാരണ, പക്ഷെ 12 മണി, രാത്രി 12 മണിയാണെങ്കിൽ അതിന് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള വാക്ക് ഏതാണ്? മിഡ്നൈറ്റ് ആണ്. 12 midnight ആണ്. അതേപോലെ ഉച്ച 12 മണിയാണെങ്കിൽ 12 noon എന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ 150 ഡിഗ്രിയിലേക്ക് വന്നപ്പോൾ ടൈം എത്രയായി? ടൈം 12 midnight ആയി. ഡേയോ തേഴ്സ്ഡേ ആയിട്ട് മാറി, ഒരു ദിവസം ബാക്കോട്ടായി. ഓക്കെ, ഡേ മാറി. അഗെയിൻ 165 ഡിഗ്രി ആയപ്പോൾ ടൈം വീണ്ടും 1 മണിക്കൂർ ബാക്കോട്ടായി, 11 PM ആയി. അതേ ഡേ തന്നെ തേഴ്സ്ഡേ. ദെൻ 180 ഡിഗ്രിയിലേക്ക് മാറിയപ്പോ ഗ്രീൻവിച്ച് നിന്ന് നമ്മൾ വെസ്റ്റിലേക്ക് പോയി 180 ഡിഗ്രിയിലെത്തിയപ്പോ തേഴ്സ്ഡേ ടൈം എത്രയാണ്? 10 PM. ശ്രദ്ധിക്കണം, തേഴ്സ്ഡേ 10 PM ആണ്. ഓക്കെ, അതേപോലെ ഇപ്പുറത്തെ ബോക്സ് നമ്മൾ നോക്കാം. ടു ദി ഈസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച്. ഗ്രീൻവിച്ചിന്റെ ഈസ്റ്റിലേക്കാണ് ആ ടൈം ഡിഫറൻസ് നമ്മൾ ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എങ്ങനെ വരും നോക്കാം. 15 ഡിഗ്രി മാറിയപ്പോൾ ടൈം എത്രയായി? 15 ഡിഗ്രി മാറിയപ്പോൾ ഫ്രൈഡേ ആണ്, 11 AM ആയി. ഗ്രീൻവിച്ചിലെ ടൈം എത്രയാ? ഗ്രീൻവിച്ചിലെ ടൈം ഫ്രൈഡേ 10 AM ആണ്. അപ്പോൾ ആ ഗ്രീൻവിച്ച് നിന്ന് 15 ഡിഗ്രി ഈസ്റ്റിലേക്ക് പോയപ്പോൾ 15 ഡിഗ്രി ഈസ്റ്റിലേക്ക് പോയപ്പോൾ ടൈം 1 മണിക്കൂർ കൂടി. 10 AM എന്നുള്ളത് 11 AM ആയി മാറി. 30 ഡിഗ്രി ആയപ്പോൾ എന്തായി? 12 noon. ഞാൻ നേരത്തെ പറഞ്ഞു 12 AM എന്നോ 12 PM എന്നോ അല്ല കൊടുക്കാറ്. ഏതാണ് ആപ്റ്റ്? 12 noon അല്ലെങ്കിൽ 12 midnight എന്ന് കൊടുക്കുന്നതാണ് ആപ്റ്റ്. അപ്പൊ ഇവിടെ ഉച്ച 12 മണി ആയതുകൊണ്ട് എന്തായി? 12 noon. അഗെയിൻ 45 ഡിഗ്രി ആയപ്പോൾ വീണ്ടും 1 അവർ ഡിഫറൻസ് വന്നു, 1
PM ആയി മാറി. Then 2 PM, 3 PM, 4 PM, 5 PM, 6 PM, 7 PM, 8 PM, 9 PM, 10 PM. അവിടെ കാര്യമായിട്ട് ഡേ മാറുന്നില്ല. ഓക്കെ, 10 മണി, രാത്രി 10 മണിയായി. ഡേ ഏതാ? സെയിം ഡേ തന്നെയാണ്. ഫ്രൈഡേ അങ്ങനെ വന്ന് ഇവിടെയും ഏതാണ്? ഇവിടെയും ഫ്രൈഡേ ആണ്. ഓക്കെ, അപ്പൊ ഫ്രൈഡേ 10 PM ആണ്. അപ്പോൾ ഗ്രീൻവിച്ചിന്റെ ഈസ്റ്റിലേക്ക് 180 ഡിഗ്രി മാറിയപ്പോൾ ടൈം എത്രയാണ്? ഫ്രൈഡേ 10 PM ആണ്. അതേസമയം ഗ്രീൻവിച്ചിന്റെ വെസ്റ്റിലേക്ക് 180 ഡിഗ്രി മാറിയപ്പോൾ ടൈം എത്രയാണ്? 10 PM തന്നെയാണ്, പക്ഷേ ഡേ മാറി. തേഴ്സ്ഡേ 10 PM ആണ്. വ്യാഴാഴ്ച രാത്രി 10 മണിയാണ് ഗ്രീൻവിച്ചിന്റെ വെസ്റ്റില് 180 ഡിഫറൻസിൽ 180 ഡിഗ്രിയിൽ വരുന്ന ടൈം എന്ന് പറയുന്നത്. എന്നാൽ അതേ ഗ്രീൻവിച്ചിന്റെ വെസ്റ്റ് സൈഡിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം എത്രയാ? 180 ഡിഗ്രിയിൽ വരുന്ന ടൈം എത്രയാ? 10 PM ഫ്രൈഡേ ആണ്. അതായത് 24 മണിക്കൂറിന്റെ ടൈം ഡിഫറൻസ് ഇത് രണ്ടും തമ്മിൽ വന്നു അവിടെ. ഓക്കെ, 24 മണിക്കൂറിന്റെ ഒരു ടൈം ഡിഫറൻസ് അവിടെ വന്നു. ഗ്രീൻവിച്ച് ലൈനിന്റെ വെസ്റ്റിലേക്ക് ഒരു 180 ഡിഗ്രി പോയപ്പോഴും അതേപോലെ ഗ്രീൻവിച്ച് ലൈനിന്റെ ഈസ്റ്റിലേക്ക് ഒരു 180 ഡിഗ്രി മൂവ് ചെയ്തപ്പോഴും എത്രയാ ടൈം ഡിഫറൻസ് വന്നത്? 24 മണിക്കൂർ. അതായത് 1 ഡേന്റെ ഡിഫറൻസ് ആണ് അവിടെ വന്നത്. ഓക്കെ, വെസ്റ്റിലേക്കും ഈസ്റ്റിലേക്കും 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ എത്തിയപ്പോൾ 24 അവേഴ്സിന്റെ ഒരു ടൈം ഡിഫറൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? തേഴ്സ്ഡേ 10 PM, ഇവിടെ ഫ്രൈഡേ 10 PM. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതെന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പൊ എന്താ പ്രശ്നം ഉണ്ടാവുക? ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇത് ക്ലിയർ ചെയ്യാണ്. അപ്പൊ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അപ്പുറത്തെ പേജും കൂടി പറഞ്ഞാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ശ്രദ്ധിക്കാം. You might have noticed that there is a difference of 24 hours at 180 degree longitude to the east and west of Greenwich. അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഗ്രീൻവിച്ചിന്റെ ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും ഒരു 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നമ്മൾ എത്തിയപ്പോൾ 24 അവേഴ്സിന്റെ ഒരു ടൈം ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, the place A marked in the given figure is located at 180 degree longitude. ഓക്കെ, നമ്മുടെ ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഡോട്ടഡ് ലൈൻ ഒക്കെ വന്നുകൊണ്ട് ഒരു സ്ട്രേറ്റ് ലൈൻ, ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ കാണാം. അതിൽ എ എന്ന് മാർക്ക് ചെയ്ത ഒരു പ്ലേസ് കാണാം. ഓക്കെ, സോ ദി പ്ലേസ് എ മാർക്ഡ് ഇൻ ദി ഗിവൻ ഫിഗർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. അതായത് ഈ എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലേസ് സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ പറയുന്ന ഈ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലാണ്. ഓക്കെ, 0 ഡിഗ്രി, 1 ഡിഗ്രി, 2 ഡിഗ്രി അങ്ങനെ പോയി 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലാണ് ഈ എ എന്ന് മാർക്ക് ചെയ്ത ഈ ഒരു പ്ലേസ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. സോ വിച്ച് ഡേ, ഒരു ചോദ്യമാണ്, വിച്ച് ഡേ വുഡ് ഇറ്റ് ബി ഫോർ ദോസ് റിസൈഡിങ് അറ്റ് പ്ലേസ് എ ഇൻ ഫിഗർ 1.10? അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന ഈ ഒരു പിന്നെ സ്പോട്ടിൽ അവിടെ ഒരുപാട് മനുഷ്യന്മാരുണ്ടാവുമല്ലോ. അപ്പൊ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഏത് ഡേ ആയിരിക്കും? അവർ ഏത് ഡേ ആണ് സ്വീകരിക്കുക? ഫ്രൈഡേ 10 PM ആണോ? തേഴ്സ്ഡേ 10 PM ആണോ? വെസ്റ്റിലൂടെ പോവുകയാണെങ്കിൽ അല്ലെ, നമ്മൾ പറഞ്ഞു ഒരു ടൈമാണ്. ഈസ്റ്റിലൂടെ നോക്കുകയാണെങ്കിൽ മറ്റൊരു ടൈമാണ്. അപ്പൊ 2 ഡേ ആണ് ശരിക്കും അവിടെ വരുന്നത്. ഈ ലൈനിന്റെ 2 സൈഡിൽ 2 ഡേ ആണ് വരുന്നത്. ദിവസം മാറി 24 അവേഴ്സ് ടൈം ഡിഫറൻസ് ആണ്. അപ്പൊ ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി അവിടെ വരും. അപ്പൊ ഈ എ എന്ന് പറയുന്ന ഈ ഒരു പ്ലേസിൽ താമസിക്കുന്ന ആളുകൾ, ഈ ഒരു സ്ഥലത്തൂടെ ഈ ഒരു ലൈൻ കടന്നു പോകുന്ന ഈ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ അവർ ഏത് ഡേ ആണ് അവിടെ സ്വീകരിക്കുക? അതൊരു കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കൺഫ്യൂഷൻ ആണ് നമുക്ക് അവിടെ. നമ്മൾ ഒരു രാജ്യത്ത് തന്നെ ഒരുപാട് ലോക്കൽ ടൈം ഉണ്ടെങ്കിൽ അത് ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കും. നമ്മൾ പറഞ്ഞു ട്രെയിൻ ടൈമിലും എക്സാമിനേഷൻ ടൈം ടേബിളിലും ഒക്കെ ഒരുപാട് പ്രശ്നം, റേഡിയോ പ്രോഗ്രാംസിന്റെ കാര്യത്തിലൊക്കെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. ഓക്കെ, ഈ എ എന്ന് പറയുന്ന പ്ലേസിൽ താമസിക്കുന്ന ആളുകൾ ഏത് ഡേ ആണ് സ്വീകരിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക? അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു അല്ലേ? അതൊരു ബുദ്ധിമുട്ടാണ്. ഈ ലൈനിന്റെ മറുവശത്തുള്ള ആൾക്കാർക്ക് വേറെ ഡേറ്റ്, ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് വേറെ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് അവിടെ വരുന്നുണ്ട്. സോ അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് പറയുന്നത്. ഇഫ് 180 degree longitude passes through a country, if 180 degree longitude passes through a country, the places situated east and west of this line will be having 2 different days. ഒരു രാജ്യത്തുകൂടെ മനുഷ്യന്മാർ താമസിക്കുന്ന ഒരു സ്ഥലത്തുകൂടെയാണ് അല്ലെങ്കിൽ ഒരു രാജ്യത്തുകൂടെയാണ് ഈ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്നത് എങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പല പ്രശ്നവും ഉണ്ടാവും. ദി പ്ലേസസ് സിറ്റുവേറ്റഡ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ദിസ് ലൈൻ വിൽ ബി ഹാവിംഗ് 2 different days. അതായത്
ഈ കടന്നു പോകുന്ന 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന്റെ ഈസ്റ്റിലും വെസ്റ്റിലും അതിന്റെ രണ്ട് വശങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ രണ്ട് വശങ്ങൾ തമ്മിൽ 24 മണിക്കൂറിന്റെ ടൈം ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ 2 ദിവസമായിരിക്കും രണ്ട് സ്ഥലത്തും ഉണ്ടാവും. ഒരു ഭാഗത്ത് തിങ്കളാണെങ്കിൽ മറുഭാഗത്ത് ഞായറായിരിക്കും അല്ലെങ്കിൽ ചൊവ്വയായിരിക്കും, അല്ലേ? സോ തിങ്ക് അബൌട്ട് ദി പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് കോസ്ഡ് ബൈ ദിസ്. ഇപ്പൊ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക, നമ്മുടെ കേരളത്തിന്റെ സെന്ററിലൂടെയാണ് ഈ ഒരു 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡേ, അതിന്റെ റൈറ്റ് സൈഡിൽ മറ്റൊരു ഡേ. അങ്ങനെ വരുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ്, ഒരുപാട് ഡിഫിക്കൽട്ടീസ് ആ പ്ലേസിൽ, നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വരും. അപ്പോൾ തിങ്ക് അബൌട്ട് ദി പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് കോസ്ഡ് ബൈ ദീസ് ടു അവോയ്ഡ് ദിസ്. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ടു അവോയ്ഡ് ദിസ് certain necessary adjustments have been effected in this line with the result that it doesn't pass through the corresponding land areas. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ ലാൻഡ് ഏരിയ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ചില അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. അതായത് ഈ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, അതുപോലെ ഗ്രീനിച്ച് മെറിഡിയൻ, അതായത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള എല്ലാ ലോഞ്ചിറ്റ്യൂഡ്സും ഇതൊക്കെ ശരിക്കുള്ള ഭൂമിയിൽ റിയൽ ആയിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ ഇമാജിനറി ലൈൻസ് ആണ്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇമാജിനറി ലൈൻസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു രാജ്യത്ത് കൂടെ ഈ ഒരു 180 ഡിഗ്രി പാസ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ കുറെ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ ലൈനിന്റെ മുകളിൽ ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്താ അഡ്ജസ്റ്റ്മെന്റ്സ്? ടു അവോയ്ഡ് ദിസ് certain necessary adjustments have been effected in this line with the result that it doesn't pass through the corresponding land area. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ശരിക്കും ഈ ലൈൻ കടന്നു പോവേണ്ടത് എങ്ങനെയാ? ശരിക്കും ഈ ലൈൻ കടന്നു പോവേണ്ടത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്, അല്ലെ? ചിത്രത്തിൽ കാണുന്ന പോലെ ഇങ്ങനെയാണ്. എല്ലാ ലോഞ്ചിറ്റ്യൂഡ്സും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകേണ്ടത്. എന്നാൽ ഈ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ അതിന്റെ വെസ്റ്റ് സൈഡിലും ഈസ്റ്റ് സൈഡിലും എന്തായിരിക്കും? 2 ഡേ ആയിരിക്കും ഉണ്ടാവുക. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ലൈനെ ഇവിടെ കാണുന്നത് പോലെ ഈ ഒരു ബ്രോക്കൺ ലൈൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടുന്ന് പിന്നെ എങ്ങോട്ടാ പോകുന്നത്? ഇതാക്കണം. ഓക്കെ, ഈ ഒരു സിഗ്സാഗ് ഷേപ്പില് അതിനെ ഒന്ന് മാറ്റി വരച്ചു. ഞാൻ പറഞ്ഞു ഇത് ഇമാജിനറി ലൈൻസ് ആണ്, അപ്പൊ നമുക്കതിനെ മാറ്റി വരയ്ക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഈ രൂപത്തിൽ അതിനെ നമ്മളൊന്ന് മാറ്റി വരും, ചില അഡ്ജസ്റ്റ്മെന്റുകൾ ആ ലൈനിന്റെ മുകളിൽ വരുത്തി. അപ്പൊ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്? ലാൻഡ് ഏരിയനെ പൂർണ്ണമായിട്ടും അവിടെ ഒഴിവാക്കി കടലിലൂടെയാണ് ഇപ്പൊ അത് പാസ് ചെയ്ത് പോകുന്നത്. കടലിലെ മനുഷ്യന്മാർ താമസിക്കുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരേ പ്രദേശത്ത് 2 ഡേറ്റ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യപ്പെടൂല. ഓക്കെ, നമുക്കത് വായിക്കാം, എന്നിട്ട് നോക്കാം. നോട്ട് ദി ലോഞ്ചിറ്റ്യൂഡ് മാർക്ക്ഡ് വിത്ത് ബ്രോക്കൺ ലൈൻസ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രോക്കൺ ലൈൻസ് ശ്രദ്ധിക്കുക. ഈ ഒരു സിഗ്സാഗ് ഷേപ്പിൽ വരച്ച ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ദെൻ ദി ലൈൻ ഈസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് പാസസ് ത്രൂ ബെറിംഗ് സ്ട്രെയിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് പാസസ് ത്രൂ ബെറിംഗ് സ്ട്രെയിറ്റ് ഇൻ പാസിഫിക് ഓഷ്യൻ ആൻഡ് അവോയ്ഡഡ് some of the inhabited islands. അപ്പോൾ മനുഷ്യർ താമസിക്കുന്ന ആ ഒരു ലാൻഡ് ഏരിയനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ആ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ എന്ത് ചെയ്തു? ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിരുന്നു, മാറ്റി വരച്ചു. ഇതിലെ മാറ്റി വരച്ചത് പസഫിക് ഓഷ്യനിലുള്ള ബെറിംഗ് സ്ട്രെയിറ്റ്, ബെറിംഗ് കടലിടുക്കിലൂടെയാണ് നമ്മളിപ്പോൾ അതിനെ മാറ്റി വരച്ചത്. ഓക്കെ, so it passes through Bering Strait in Pacific Ocean and avoided some of the inhabited islands. അതായത് ചില നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചെറിയ ചെറിയ ഡോട്ട്സ്, ഇതൊക്കെ ഓരോ ഐലൻഡ്സുകളാണ്, ഓരോ ദ്വീപുകളാണ്. അപ്പൊ അങ്ങനെ മനുഷ്യവാസമുള്ള ദ്വീപുകളെയും ഒഴിവാക്കി, ഐലൻഡ്സിനെയും ഒഴിവാക്കി പൂർണ്ണമായിട്ടും കടലിലൂടെ, സമുദ്രത്തിലൂടെയാണ് ആ ഒരു ലൈൻ നമ്മൾ മാറ്റി വരച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവില്ല? നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ, ഒരേ സ്ഥലത്ത് തന്നെ 2 ഡേറ്റ് എന്നുള്ളൊരു പ്രശ്നം അവിടെ വരില്ല. Okay, so the travelers who cross this line from west, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ വെസ്റ്റ് എന്നാണ് കാണുന്നത് എങ്കിൽ അത് കറക്റ്റ് ചെയ്യണം, അതൊരു മിസ്റ്റേക്ക് ആണ്. അവിടെ നമ്മൾ എന്താക്കി മാറ്റണം? ഈസ്റ്റ് എന്നാക്കി മാറ്റണം. ഓക്കെ, അവിടെ ഈസ്റ്റ് എന്നാക്കി മാറ്റണം, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. The travelers who cross this line from the east calculate the time by advancing it by 1 day, and those who cross the line from the west deduct 1 day.
ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിർബന്ധമായിട്ടും എഴുതേണ്ട ഒരു പോയിന്റ് ആണ്. ഒരു പോയിന്റ് ഇപ്പം നമ്മൾ പറഞ്ഞു, അത് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ്. ഒരു പോയിന്റ് അതാണ്, 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. മറ്റൊരു പോയിന്റ് ഇറ്റ് പാസസ് ത്രൂ ബെറിംഗ് സ്ട്രെയിറ്റ് ഇൻ പസഫിക് ഓഷ്യൻ ആൻഡ് അവോയ്ഡ് സം ഓഫ് ദി ഇൻഹാബിറ്റഡ് ഐലൻഡ്സ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇനി പറയുന്നത്. ദി ട്രാവലേഴ്സ് ഹു ക്രോസ് ദിസ് ലൈൻ ഫ്രം ഈസ്റ്റ് കാൽക്കുലേറ്റ് ദി ടൈം. വെസ്റ്റ് അല്ല, ഈസ്റ്റ് ആണ്, അപ്പോഴേ ഈ സെന്റൻസ് ശരിയാവുള്ളൂ. ദി ട്രാവലേഴ്സ് ഹു ക്രോസ് ദിസ് ലൈൻ ഫ്രം ദി ഈസ്റ്റ് കാൽക്കുലേറ്റ് ദി ടൈം ബൈ അഡ്വാൻസിങ് ഇറ്റ് by 1 day, and those who cross the line from the west deduct 1 day. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? രണ്ട് കാര്യമാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ദി ട്രാവലേഴ്സ്, യാത്രക്കാർ അല്ലെ, ദി ട്രാവലേഴ്സ് ഹു ക്രോസ് ദിസ് ലൈൻ ഫ്രം ഈസ്റ്റ്, അതായത് ഈസ്റ്റ് ഈ ലൈൻ ക്രോസ് ചെയ്യുന്ന 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ക്രോസ് ചെയ്യുന്ന യാത്രക്കാർ. ഈസ്റ്റ് ക്രോസ് ചെയ്യാന്ന് പറയുമ്പോൾ ഈസ്റ്റ് അവരെങ്ങോട്ടാ പോകുന്നത്? വെസ്റ്റിലേക്കാണ് പോകുന്നത് അല്ലെ. അപ്പോൾ ഈസ്റ്റ് വെസ്റ്റിലേക്ക് ഈ ലൈൻ ക്രോസ് ചെയ്ത് പോകുന്ന യാത്രക്കാര് കാൽക്കുലേറ്റ് ദി ടൈം ബൈ അഡ്വാൻസിങ് ഇറ്റ് ബൈ 1 day. അവർക്ക് ഒരു ദിവസം കൂടുതലായിട്ട് അവർക്ക് കിട്ടുന്നു. ഓക്കെ, ഒരു ഡേ കൂടുതലായിട്ട് അവർക്ക് കിട്ടുന്നു. അതേസമയം ദോസ് ഹു ക്രോസ് ദി ലൈൻ ഫ്രം ദി വെസ്റ്റ്, വെസ്റ്റ് ഈ ലൈൻ ക്രോസ് ചെയ്യുന്നവർ, അഥവാ വെസ്റ്റ് ക്രോസ് ചെയ്ത് ഈസ്റ്റിലേക്ക് പോകുന്നവർക്ക്, വെസ്റ്റ് പുറപ്പെട്ട് ഈ 180 ഡിഗ്രി പിന്നെ ലോഞ്ചിറ്റ്യൂഡ് ക്രോസ് ചെയ്തുകൊണ്ട് എങ്ങോട്ട് പോവുക? ഈസ്റ്റിലേക്ക് പോകുന്നവർക്ക് ദേ ഡിഡക്ട് 1 day. അവർക്കൊരു ദിവസം നഷ്ടമാവുകയും ചെയ്യുന്നു, ഒരു ദിവസം പിന്നെ കുറയുകയും ചെയ്യുന്നു. ദിസ് ഇമാജിനറി ലൈൻ is known as international date line. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാങ്കല്പിക രേഖയാണ്, ഇമാജിനറി ലൈൻ ആണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ്. അതേപോലെ അത് ഇതിലെ പാസ് ചെയ്ത് പോകുന്നത് ഇവിടെ പറയുന്നുണ്ട്, പാസസ് ത്രൂ ബെറിംഗ് സ്ട്രെയിറ്റ് ഇൻ പസഫിക് ഓഷ്യൻ ആൻഡ് അവോയ്ഡ് സം ഓഫ് ദി ഇൻഹാബിറ്റഡ് ഐലൻഡ്സ്. പിന്നെ ഏറ്റവും ഒരു മേജർ പോയിന്റ് ആണ്, ദി ട്രാവലേഴ്സ് ഹു ക്രോസ് ദിസ് ലൈൻ ഫ്രം ദി ഈസ്റ്റ്, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഫ്രം ദി ഈസ്റ്റ് കാൽക്കുലേറ്റ് ദി ടൈം ബൈ അഡ്വാൻസിങ് ഇറ്റ് ബൈ 1 day, and those who cross the line from the west deduct 1 day. ഓക്കെ, വെസ്റ്റ് ഈ ലൈൻ ക്രോസ് ചെയ്യുന്നവർക്ക്, വെസ്റ്റ് ക്രോസ് ചെയ്യാന്ന് പറയുമ്പോൾ അവരെങ്ങോട്ടാ പോകുന്നത്? ഈസ്റ്റിലേക്ക്. അപ്പൊ ഈസ്റ്റിലേക്ക് പോകുന്നവർക്ക് ഒരു ഡേ കുറയുന്നു, വെസ്റ്റിലേക്ക് ഈ ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് വെസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക് ഒരു ഡേ അഡീഷണൽ ആയിട്ട് കിട്ടുകയും ചെയ്യുന്നു. ഡേ മാറുകയാണ്. അപ്പൊ ഡേ മാറുന്ന ഒരു ലൈൻ ആയതുകൊണ്ട് we call it as international date line. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ ലൈൻസ് ഇപ്പൊ നോക്കി? പ്രധാനപ്പെട്ട ഏതൊക്കെ ലോഞ്ചിറ്റ്യൂഡ്സ് നമ്മൾ നോക്കി? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ഗ്രീനിച്ച് മെറിഡിയൻ. അതേപോലെ എല്ലാ രാജ്യത്തിനും എന്തുണ്ടാവും? ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടാവും, സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഉണ്ടാവും. അപ്പൊ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഏതാണ്? 82.5 ഡിഗ്രി ഈസ്റ്റിലുള്ള ലോഞ്ചിറ്റ്യൂഡ് ആണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ആ സ്റ്റാൻഡേർഡ് മെറിഡിയനിലെ ലോക്കൽ ടൈം ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അത് നമ്മൾ പഠിച്ചു. അതേപോലെ ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ നോക്കി. 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ 360 ലോഞ്ചിറ്റ്യൂഡ്സ് ഉള്ളതിൽ നമുക്ക് ഇവിടെ ഓർത്ത് വെക്കാൻ, മെമ്മറിയിൽ ഓർത്ത് വെക്കാനുള്ള 3 ലോഞ്ചിറ്റ്യൂഡ്സ് ഇത് 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അത് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ്. മറ്റൊന്ന് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ, ദാറ്റ് ഈസ് 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. മറ്റൊന്ന് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ഗ്രീൻവിച്ച് മെറിഡിയൻ. ഓക്കെ, ഗ്രീനിച്ച് മെറിഡിയൻ, ദാറ്റ് ഈസ് പ്രൈം മെറിഡിയൻ എന്നും അത് അറിയപ്പെടുന്നുണ്ട്. സോ ഗ്രീൻവിച്ച് മെറിഡിയൻ ഓർ പ്രൈം മെറിഡിയൻ ഓർ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. ഇങ്ങനെയുള്ള 3 ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഓർത്ത് വെക്കാനുള്ളത്. ഓക്കെ, അത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ടൈം കാൽക്കുലേഷൻ നടക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ. ഇനി 2 എക്സാമ്പിൾസ് ആണ് നമുക്കുള്ളത് ടൈം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട. എങ്ങനെയാണ് ടൈം കാൽക്കുലേഷൻ നടത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട 2 എക്സാമ്പിൾസ് ആണ് നമുക്ക്. അതും കൂടിയാണ് ഇനി നോക്കാനുള്ളത്. അപ്പൊ ശ്രദ്ധിക്കുക. ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നമ്മൾ അതും കൂടി നോക്കിയിട്ട് ടൈം കാൽക്കുലേഷനിലേക്ക് പോവാം.
Note the international date line marked on the globe. Identify the continents situated to the east and the west of this line. അത് ഗ്ലോബ് നോക്കിയിട്ട് നമ്മൾ ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ ഈസ്റ്റിലും വെസ്റ്റിലും വരുന്ന കോണ്ടിനെന്റ്സ് ഏതാന്ന് കണ്ടെത്താൻ വേണ്ടി പറയാണ്. ആൻഡ് ദി travelers to which of these continents will gain one day on crossing the international date line. അപ്പോൾ ഗ്ലോബ് നോക്കിയിട്ട് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ ഈസ്റ്റിലുള്ള കോണ്ടിനെന്റ് ഏതാണ്, വെസ്റ്റിലുള്ള കോണ്ടിനെന്റ് ഏതാണ് എന്ന് കണ്ടെത്താൻ പറയുന്നു. എന്നിട്ട് അടുത്ത കാര്യം എന്താണ്, ദി ട്രാവലേഴ്സ് ടു വിച്ച് ഓഫ് ദീസ് കോണ്ടിനെന്റ്സ്, ഇതിൽ ഏത് കോണ്ടിനെന്റിലേക്കുള്ള ട്രാവലേഴ്സിനാണ് വിൽ ഗെയിൻ വൺ ഡേ ഓൺ ക്രോസിംഗ് ദി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഓക്കെ ഏത് കോണ്ടിനെന്റിലുള്ള ആളുകൾക്കാണ്, യാത്രക്കാർക്കാണ് എന്ത് ഒരു ഡേ അധികമായിട്ട് കിട്ടുന്നത്. ദി ട്രാവലേഴ്സ് ടു വിച്ച് ഓഫ് ദീസ് കോണ്ടിനെന്റ്സ്, ഏത് കോണ്ടിനെന്റിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കാണ് ഒരു ഡേ അധികമായിട്ട് കിട്ടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ലാസ്റ്റ് സെന്റൻസ് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടതാണ്. അതായത് ആദ്യത്തെ കാര്യം നമ്മൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് മാപ്പ് നോക്കിയാൽ അല്ലെങ്കിൽ ഗ്ലോബ് നോക്കിയിട്ട് കണ്ടെത്തണം. എന്തായാലും ആൻസർ വരിക നമ്മൾ പറയാ ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ ഈസ്റ്റിൽ വരുന്ന കോണ്ടിനെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഒക്കെയുള്ള ഏഷ്യയാണ്. അതേപോലെ വെസ്റ്റിൽ വരുന്ന കോണ്ടിനെന്റ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയുമാണ്. ഓക്കെ, നോർത്ത് അമേരിക്ക. സോ വെസ്റ്റില് നോർത്ത് അമേരിക്ക, അതേപോലെ ഈസ്റ്റില് ഏഷ്യ. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ദി ട്രാവലേഴ്സ് ടു വിച്ച് ഓഫ് ദീസ് കോണ്ടിനെന്റ്സ് വിൽ ഗെയിൻ വൺ ഡേ ഓൺ ക്രോസിംഗ് ദി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അപ്പൊ ഏഷ്യയിലേക്ക് പോകുന്ന യാത്രക്കാർക്കാണോ അതല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിലേക്ക് പോകുന്ന യാത്രക്കാർക്കാണോ ഒരു ഡേ അധികമായിട്ട് കിട്ടുന്നത്? അതാണ് ചോദ്യം. ഓക്കെ, നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ കാര്യം എന്താ, ദി ട്രാവലേഴ്സ് ഹു ക്രോസ് ദിസ് ലൈൻ ഫ്രം ദി ഈസ്റ്റ് കാൽക്കുലേറ്റ് ദി ടൈം ബൈ അഡ്വാൻസിങ് ഇറ്റ് ബൈ വൺ ഡേ. അതായത് ഈ ലൈന് എവിടുന്ന് ക്രോസ് ചെയ്യുക, ഈസ്റ്റിന്ന് ക്രോസ് ചെയ്ത് വെസ്റ്റിലേക്ക് പോകുന്നവർക്കാണ് ഒരു ഡേ അധികമായിട്ട് കിട്ടുന്നത്. അപ്പൊ എങ്ങോട്ട് പോകുന്നവർക്കാ, വെസ്റ്റിലേക്ക് പോകുന്നവർക്കാ. നമ്മളിവിടെ പറഞ്ഞു വെസ്റ്റിൽ ഏതാണ് കോണ്ടിനെന്റ്, നോർത്ത് അമേരിക്ക. അപ്പൊ നോർത്ത് അമേരിക്കയിലേക്ക് പോകുന്നവർക്കാണ് ഒരു ഡേ അധികമായിട്ട് കിട്ടുന്നത്. സോ ദി ട്രാവലേഴ്സ് ടു വിച്ച് ഓഫ് ദീസ് കോണ്ടിനെന്റ്സ് വിൽ ഗെയിൻ വൺ ഡേ ഓൺ ക്രോസിംഗ് ദി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, ദി ട്രാവലേഴ്സ് ടു നോർത്ത് അമേരിക്ക. ഓക്കെ, they will gain one day on crossing the international date line. നോർത്ത് അമേരിക്കയിലേക്ക് പോകുന്ന യാത്രക്കാർക്കാണ് അവിടെ ഒരു ഡേ അധികമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് കഴിയും. അപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ പിന്നെ കൺക്ലൂഡ് ചെയ്യാം. ഈ ടൈം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് ആക്ടിവിറ്റി ഇവിടെ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ സാവധാനത്തിൽ തന്നെ ഒന്ന് നോക്കുന്നതായിരിക്കും നന്നാവുക. അതേപോലെ ഇവിടെ രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് പറ്റുകയാണെങ്കിൽ സമയം പോലെ അടുത്ത ക്ലാസ്സിൽ ചെയ്യുകയും ചെയ്യാം. അതും കൂടെ നമ്മൾ ഇവിടെ പറഞ്ഞാൽ ചിലപ്പോൾ വല്ലാണ്ട് ലെങ്തി ആയി പോകാനുള്ള സാധ്യതയുണ്ട് ക്ലാസ്. അതുകൊണ്ട് തൽക്കാലം നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. സോ ടൈം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.